ഈയിടെയായിരുന്നു, അതായത് 2023 അവസാനത്തോടു കൂടിയൊക്കെ ആയിരുന്നു നമുക്ക് CAPFിലേക്കും അതുപോലെ ഡൽഹി പോലീസിലേക്കും സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ SSC ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ BSF, അതുപോലെ CRPF, CISF, ITBP, പിന്നെ ഡൽഹി പോലീസിൽ ഇങ്ങനെയുള്ള നിരവധി സേനകളിലേക്ക് മുൻപ് CPO തസ്തിക, അതായത് നമ്മുടെ SI തസ്തികയിലേക്ക് മുൻപ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. SSC CPOന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും അപേക്ഷ തുടങ്ങി, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു, എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്, പിന്നെ ആദ്യഘട്ടത്തിൻ്റെ റിസൾട്ട് വന്ന സമയത്തുള്ള അപ്ഡേറ്റ്, ഇപ്പോൾ ഫൈനലി ഇതിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷയും ബാക്കിയുള്ള എല്ലാ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനൽ റിസൾട്ട് നമ്മുടെ SSC CPO തസ്തികയുടെ ഫൈനൽ റിസൾട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫും കാര്യങ്ങളും ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരെ എഴുതി മുന്നോട്ടേക്ക് വിജയിച്ചു പോയിട്ടുള്ളൊരു തസ്തികയാണ് നമ്മുടെ SSC CPO. എന്തായാലും വന്നിട്ടുള്ള തസ്തികയുടെ റിസൾട്ടിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഈ തസ്തികയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഫൈനലി റിലീസ് ചെയ്തിട്ടുള്ള നമ്മുടെ SSC CPOന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. SI in Delhi Police and Central Armed Police Forces Examination 2023 ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് റെക്കമെൻഡ് ഫോർ അപ്പോയിൻമെന്റ് ആണ് ഇവിടെ പറയുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് അപ്പോയിൻമെന്റ് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം റാങ്കിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റോൾ നമ്പർ, പേര്, പിന്നെ ഫാദറിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഒരു രീതിയിലാണ് ഉദ്യോഗാർത്ഥിനെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഏതാണ്, C, അതുപോലെ തന്നെ F, പോസ്റ്റ് കോഡാണ് നമ്മൾ SSC GDക്കെല്ലാം കൊടുത്തതുപോലെ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിവിധ പോസ്റ്റുകളുണ്ട്, BSF ഉണ്ട്, CRPF ഉണ്ട്, ITBP, അങ്ങനെ നിരവധി പോസ്റ്റുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി പോലീസ് ഉണ്ട്, നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 38ഓളം പേജുകളിലായിട്ട് ഇതിൽ വന്നിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1786ഓളം ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലിസ്റ്റ് മാത്രമാണ്, സെക്കൻഡ് ലിസ്റ്റ് കൂടിയുണ്ട്. 2 ലിസ്റ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പറോ നിങ്ങളുടെ പേരോ, ഏറ്റവും നല്ലത് റോൾ നമ്പറാണ്, റോൾ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത CPO നോട്ടിഫിക്കേഷൻ 2024 CPO നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അപേക്ഷ അവസാനിച്ചു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ തവണത്തെ CPO അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് എല്ലാ അപ്ഡേറ്റും ലഭിക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.